ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മധുർ വചൻ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, वाणी से तन मन को शांत किया जा सकता है, क्या आप इस कथन से सहमत है, क्यों? അതായത് മധുരമുള്ള വാണി എന്ന് വെച്ചാൽ എന്താണ്? സംസാരത്തിൽ നിന്ന് മറ്റുള്ളവരെയും ശാന്തരാക്കാനായിട്ട്, മറ്റുള്ളവരുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാനായിട്ട് കഴിയും എന്ന് ഈ ദോഹയിൽ പറയുന്നുണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഹാ, ക്യോंकि മധുർ വാണി തനാവ് ദൂർ കർത്തി ഹെ और मन को शांति तथा सुकून देती है. അപ്പോൾ ഞാൻ യോജിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മധുർ വാണി, അതായത് സ്വീറ്റ് ആയിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് തനാവ് ദൂർ കർത്തി ഹെ. തനാവ് എന്ന് വെച്ചാൽ സ്ട്രെസ്, ഈ സ്ട്രെസ്സിനെ ദൂരീകരിക്കാനായിട്ട് സഹായിക്കുന്നു. और मन को शांति तथा सुकून देती है. അപ്പോൾ അത് മനസ്സിന് എന്താണ്? ശാന്തിയും അതുപോലെ തന്നെ സുക്കൂൻ എന്ന് വെച്ചാൽ ഒരു തരം ആശ്വാസം, റിലീഫ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാവരുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ യോജിക്കുന്നുണ്ട്, ഇതാണ് കാരണം എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓരോ കോ ഹം कैसे സുഖ് ദിലാ സക്തേ ഹെ. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സന്തോഷം അല്ലെങ്കിൽ സുഖം പ്രദാനം ചെയ്യാനായിട്ട് പറ്റുക, നമുക്ക് എങ്ങനെയാണ് അതിന് കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഹം അപ്നെ അഹങ്കാർ കോ ഛോഡ്കർ മധുർ और विनम्र होकर व्यवहार करें तो दूसरों को സുഖ് പहुंचा सकते हैं. അപ്പോൾ നമ്മൾ നമ്മുടെ അഹങ്കാരം ത്യജിച്ചിട്ട് മധുർ और विनम्र होकर, മധുരമായിട്ട് അതുപോലെ തന്നെ വിനയത്തോടു കൂടി എളിമയോടുകൂടി, അതാണ് വിനമ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹോക്കർ വ്യവഹാർ കരെ, വ്യവഹാർ കരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അഹങ്കാരം വെടിഞ്ഞിട്ട് സ്വീറ്റ് ആയിട്ട് എളിമയോട് കൂടിയിട്ട് പെരുമാറുകയാണെങ്കിൽ തോ ദൂസറോ കോ സുഖ് പहुंचा सकते हैं, മറ്റുള്ളവരെയും സന്തോഷത്തോടെ വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പങ്ക്തിയോ സെ കവി ക്യാ സന്ദേശ് ദേനാ ചാത്തെ ഹെ. ഈ വരികളിൽ നിന്ന് കവി എന്ത് സന്ദേശമാണ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ദോഹ, കബീർദാസിന്റെ ദോഹനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ആൻസർ എന്ന് നോക്കി നോക്കാം. कवि कहना चाहते हैं कि मनुष्य को मधुर वाणी बोलनी चाहिए और साधु की तरह केवल सार्थक बातों को अपनाकर निरर्थक बातों को छोड़ देना चाहिए. അപ്പോൾ കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യക്കോ മധുർ വാണി ബോൽനി ചാഹിയെ, മനുഷ്യർ സ്വീറ്റ് ആയിട്ട് സംസാരിക്കണം. ഓർ സാധു കി തര, അതുപോലെ ഒരു സാധുവിനെ പോലെ കേവൽ സാർത്ഥക് ബാത്തോ കോ അപ്നാക്കർ നിരർത്ഥക് ബാത്തോ കോ ഛോഡ് ദേനാ ചാഹിയെ. സാർത്ഥകമായിട്ടുള്ള ആവശ്യകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട്, അപ്നാക്കർ എന്ന് വെച്ചാൽ സ്വീകരിച്ചിട്ട് സ്വന്തമാക്കിയിട്ട്, നിരർത്ഥക് ബാത്തോ കോ ആവശ്യമില്ലാത്ത അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഛോഡ് ദേനാ ചാഹിയെ, വിട്ടുകളയണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കബീർ നെ സജ്ജൻ കി തുലന സൂപ്പ് സെ കി ഹെ ക്യോं. അതായത് ഈ സാധുവിനെ കബീർ കമ്പയർ ചെയ്യുന്നത് ഒരു സൂപ്പ്, ഒരു മുറത്തിനോടാണ്. എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. क्योंकि जैसे सूप अनाज का सार रखकर भूसी अलग कर देता है, वैसे ही साधु भी सार्थक बातें ग्रहण करके निरर्थक बातों को छोड़ देते हैं. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സാധുവിന് പകരം സജ്ജൻ എന്ന് എഴുതാം കേട്ടോ, കാരണം ക്വസ്റ്റ്യനിൽ സജ്ജൻ എന്ന് ചോദിച്ചതുകൊണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഈ സാധു എന്ന് എഴുതിയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സജ്ജൻ എന്ന് എഴുതാം. അപ്പോൾ എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പ് ഒരു മുറം എങ്ങനെയാണോ നെല്ലും പതിരും വേർതിരിക്കുക എന്ന് പറയുന്ന പോലെ ആവശ്യമുള്ള സാധനത്തിന് എടുത്തിട്ട് അതിലുള്ള കരടും പൊടിയും കാര്യങ്ങളും കല്ലും ഒക്കെ വേർതിരിച്ചെടുക്കുന്നത് പോലെ, അതാണ് ഭൂസി വേർതിരിക്കുക എന്ന് പറയുന്നത്. ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ മുറം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധുവും സാർത്ഥകമായ കാര്യങ്ങളെ മാത്രം ഗ്രഹിച്ചിട്ട് നിരർത്ഥകമായിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകളയുന്ന വ്യക്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. ദയാ ധർമ്മ കാ മൂൽ ഹെ, ക്യാ ആപ് ഇസ് കഥൻ സെ സഹമത് ഹെ, ക്യോं.
അപ്പോൾ ദയയാണ് ധർമ്മത്തിന്റെ ഉറവിടം എന്നുള്ള ഈ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സെഹമത് ഹെ എന്ന് വെച്ചാൽ യോജിക്കുന്നുണ്ടോ, യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. ഞാൻ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ധർമ്മം ചെയ്യുന്ന, അതായത് ധർമ്മത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ദയയുണ്ടാവും എന്നാണ്. പക്ഷെ അത് നേരെ തിരിച്ചാണ്. ദയയുള്ള വ്യക്തികളാണ് ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. അത് ആ 2 സെന്റൻസ് വായിച്ചപ്പോൾ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. കാര്യം ഓവറോൾ പറഞ്ഞ മീനിങ് ഒക്കെ ശരിയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ധർമ്മത്തിൽ നിന്ന് ദയയുണ്ടാവുന്നു എന്നാണ്. പക്ഷെ ദയയിൽ നിന്നാണ് ധർമ്മം ഉണ്ടാകുന്നത് എന്നാണ് ആ ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം കേട്ടോ. ഓവറോൾ പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനവും അഹങ്കാരം പാപത്തിന്റെ അടിസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് കോമന്റ് ആയിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ആൾക്കാർ അത് ശ്രദ്ധിച്ചു എന്നറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ ആൻസർ നോക്കി നോക്കാം. हाँ, क्योंकि बिना दया के धर्म अधूरा है. दया ही दूसरों के प्रति करुणा, सहानुभूति और സേവ की भावना को जन्म देती है. അപ്പോൾ ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ബിനാ ദയാ കെ ധർമ്മ അധൂര ഹെ. ദയ ഇല്ലാതെ ധർമ്മം എന്ന് പറയുന്നത് അധൂര എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ആണ്. ദയാ ഹി ദൂസറോ കെ പ്രതി കരുണ, സഹാനുഭൂതി और സേവ की भावना को जन्म देती है. ദയ തന്നെയാണ് മറ്റുള്ളവരെ പ്രതി, ദൂസറോ കെ പ്രതി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്രതി കരുണയുടെയും സഹാനുഭൂതിയുടെയും അതുപോലെ തന്നെ സേവയുടെയും മനോഭാവത്തിന് ജന്മം നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ദയയിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആ വരിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. കബി ബി ദയ ന ഛോടിയെ കവി നെ ऐसा क्यों कहा होगा. ഒരിക്കലും ദയ വിട്ട് കളയരുത്, ദയ എന്നുള്ള ഒരു മൂല്യം വിട്ട് കളയരുത് എന്ന് കവി പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. കവി का मानना है कि जब तक प्राण है तब तक मनुष्य को दया रखनी चाहिए क्योंकि यही मानवता और धर्म का आधार है. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര നാള് നമുക്ക് ജീവനുണ്ടോ അത്രയും നാൾ ഈ ദയ എന്ന ആ ക്വാളിറ്റി വിട്ട് കളയരുത് എന്നുള്ളതാണ്. കാരണം യഹി മാനവത और ധർമ്മ का ആധാർ ഹെ. അതായത് മാനവത മനുഷ്യത്വത്തിന്റെയും ധർമ്മത്തിന്റെയും ആധാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ദയയാണ്. അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ വിട്ട് കളയരുത് എന്ന് അദ്ദേഹം പറയുന്നത്. രാജ ധർമ്മ തൻ തിനി കർ ഹോയി ബേഗിഹി നാസ്. ഇസ്സെ ക്യാ താത്പര്യ ഹെ. അപ്പോ ഈ ഒരു ലൈൻ കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. आंसर നോക്കുകയാണെങ്കിൽ यदि मंत्री वैद्य और गुरु डर या लोभ से मीठी बातें ही करे और सत्य ना कहें तो राज्य धर्म और शरीर तीनों का शीघ्र ही नाश हो जाता है. അതായത് ഇതിപ്പോ ഒരു രാജ്യഭരണത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയണമെന്ന് വിചാരിക്കുക, ആ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. യദി മന്ത്രി വൈദ്യ ഓർ ഗുരു, ഒരു വൈദ്യനും ഒരു മന്ത്രിയും ഒരു ഗുരുവും ഡർ യാ ലോഭ് സേ, ഒന്നെങ്കിൽ ഡർ പേടി കാരണം, അല്ലെങ്കിൽ ലോഭം എന്ന് വെച്ചാൽ എന്താണ് ഗ്രീഡ് അത്യാഗ്രഹം കാരണം, മീഠി ബാത്തേ ഹി കരെ സ്വീറ്റ് ആയിട്ട് മാത്രം സംസാരിക്കുകയാണെന്ന് കരുതുക, ഓർ സത്യ നാ കഹേ സത്യം പറയുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ തോ രാജ്യ ധർമ്മ ഓർ ശരീർ, അങ്ങനെയാണെങ്കിൽ രാജ്യം ധർമ്മം ശരീരം തീനോക്ക ഇത് മൂന്നിന്റെയും ശീഘ്രഹി നാശ് ഹോ ജാത്താ ഹെ, പെട്ടെന്ന് തന്നെ നാശം സംഭവിക്കും എന്നുള്ളതാണ്. ശീഘ്രം എന്ന് വെച്ചാൽ പെട്ടെന്ന്. അപ്പം ഈ മന്ത്രി വൈദ്യൻ ഗുരു ഇവർ 3 പേരും ഏറ്റവും സത്യസന്ധതയോടെ പെരുമാറേണ്ട ആളുകളാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്ന് പറയുന്നത്. ഇവർ 3 പേരും എന്തെങ്കിലും അത്യാഗ്രഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയുടെ പുറത്തോ കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യം ധർമ്മം ശരീരം ഇത് 3ഉം തന്നെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് റഹീം ദോഹേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫട്ട് ജായേ തോ നാ മിലേ ഇസ്സെ ആപ് ക്യാ സമജ്തേ ഹെ. ഒരിക്കൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. इसका अर्थ है कि जैसे दूध फटने के बाद दोबारा नहीं जुड़ता या जैसे मोती टूटने पर पहले जैसा नहीं बनाया जा सकता
वैसे ही मन और संबंध टूट जाने पर उन्हें पहले जैसा करना असंभव हो जाता है. इसका अर्थ है, ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ जैसे दूध फटने के बाद പാൽ ഒരിക്കൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ दोबारा नहीं जुड़ता, അത് പണ്ടത്തെ പോലെ വീണ്ടും ആയി മാറില്ല. या जैसे मोती टूटने पर पहले जैसा नहीं बनाया जा सकता. മോത്തി എന്ന് വെച്ചാൽ ഒരു ബീഡ് അല്ലെങ്കിൽ ഒരു പേള്. ഈ പേൾ ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും കണക്ട് ചെയ്ത് പണ്ടത്തെ പോലെ ആക്കാനായിട്ട് പറ്റില്ല. വൈസേഹി അതേപോലെ തന്നെ മൻ ഓർ സംബന്ധ്, മനസ്സും അതുപോലെ തന്നെ സംബന്ധം എന്ന് വെച്ചാൽ ബന്ധങ്ങൾ, ടൂട്ട് ജാനെ പർ ഒരിക്കൽ തകർന്നു കഴിഞ്ഞാൽ ഉൻഹെ പെഹലെ ജൈസ കർണ അസംഭവ് ഹോ ജാതാ ഹെ, അത് പണ്ടത്തെ പോലെ ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇംപോസിബിൾ, അസംഭവ്യം എന്നുള്ള രീതിയിലായി മാറും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പങ്ക്തിയോ സെ കവി ക്യാ കഹന ചാത്തെ ഹെ, ഈ വരികളിൽ കവി എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? कवि यह कहना चाहते हैं कि प्रेम और संबंध बहुत नाजुक होते हैं, इसलिए इन्हें सावधानी से संभालना चाहिए और इन्हें तोड़ना नहीं चाहिए. കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേം, സ്നേഹം, അതുപോലെ തന്നെ ബന്ധങ്ങൾ, ഇതൊക്കെ ബഹുത് നാസുക് ഹോത്തെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഒരുപാട് സ്ട്രോങ് അല്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ വിള്ളലുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇസ്ലിയെ ഇൻഹെ സാവധാനി സെ സംഭാലന ചാഹിയെ, അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ അതുപോലെ തന്നെ സ്നേഹം, ഈ കാര്യങ്ങളെ സാവധാനീസ് എന്ന് വെച്ചാൽ ഒരുപാട് കെയറോട് കൂടിയിട്ട് ശ്രദ്ധിച്ചിട്ട് സംഭാലന ചാഹിയെ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓർ ഇൻഹെ തോടന നെഹി ചാഹിയെ, ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും കരുതലോട് കൂടിയിട്ട് കൊണ്ടു നടന്നാൽ മാത്രമാണ് സ്നേഹം, ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതൊരിക്കലും ബ്രേക്ക് ആവാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ജട്കെ സെ മത് തോടന ഇസ്കെ സമാൻ ആശയ വാലി പങ്ക്തി ചുൻലെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ലൈനിനോട് സിമിലർ ആയിട്ടുള്ള ലൈൻ ദോഹയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അത് ഈ ലൈനാണ്, റഹിമൻ ധാഗ പ്രേം ക മത് തോറോ ചട്കായ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടൂട്ടെ പേ ഫിർ നാ ജുറേ ऐसा ക്യോ കഹാ ഹോഗ. അപ്പോൾ ഈ ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. क्योंकि एक बार संबंध या प्रेम का धागा टूट जाए फिर जुड़ भी जाए तो उसमें गांठ रह जाती है, वह रिश्ता पहले जैसा नहीं रहता. അതായത് ഒരിക്കൽ ഒരു ബന്ധം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉള്ള ഒരു ഇഷ്ടം, സ്നേഹം, അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഫിർ ജുഡ് ബി ജായേ, പിന്നീട് അത് ഒന്നിച്ച് ചേർത്താൽ കൂടിയും ഉസ്മേ ഗാട്ട് രഹജാത്തി ഹെ, അതിൽ ആ ചേർത്തത് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് സ്നേഹത്തിന്റെ ധാഗ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ നൂല്, അത് ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് കണക്ട് ചെയ്താലും ആ കൂട്ടി കെട്ടിയത് കാണാനായിട്ട് പറ്റും. അതാണ് ഗാട്ട് രഹജാത്തി ഹെ എന്ന് പറയുന്നത്. വ റിശ്ത പെഹലെ ജൈസ നെഹി രഹത, ആ ഒരു ബന്ധം പണ്ടത്തെ പോലെ അല്ല പിന്നീട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് ദോഹയിൽ നിന്ന്, അതിന്റെ കറക്റ്റ് വേർഡ്സ് ആയിട്ട് ഇപ്പുറത്ത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്, കറക്റ്റ് മീനിങ് ഉള്ള വാക്കായിട്ട്. ബാണി, ബാണി എന്ന് വെച്ചാൽ എന്താണ്, വാണി, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആപ്പ, ആപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹംഭാവ്, അതിനായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സീതൽ, ശീതൽ. തീനി, തീനോ. നാസ്, നാശ്. തോരോ, തോടോ. ജുറേ, ജുഡേ, അത് ഓൾറെഡി കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ആസ്, ആശ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, इन आशय वाली पंक्तियों को दोहे से छांटकर लिखें. हमें अपने शरीर में प्राण रहते तक दया भाव को त्यागना नहीं चाहिए. ഇത് തുളസിദാസിന്റെ ദോഹയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് നോക്കാം. തുളസി ദയാ ന ഛോഡിയോ ജബ് തക് ഘട്ട് മേ പ്രാൺ എന്നുള്ള വരിയാണ്. सार्थक बातों को अपनाना चाहिए और बेकार की बातों को छोड़ देना चाहिए. ഇത് കബീർദാസിന്റെ ദോഹയിൽ നിന്നുള്ള വരിയാണ്. സാർ സാർ കോ ഗഹി രഹേ തോത്ത ദേയി ഉഡായി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, अगर प्रेम का धागा एक बार टूट जाए तो फिर इसे जोड़ना मुश्किल होता है, अगर जुड़ भी जाए तो उसमें गांठ पड़ जाती है. ഇത് റഹീം ദോഹയിൽ നിന്നുള്ള വരിയാണ്.
അത് ഈ അവസാനത്തെ 2 ലൈൻ റഹിമൻ ധാഗ പ്രേം കാ മത് തോറോ ചटकाई ടൂട്ടേ പേ ഫിർ നാ ജുരേ ജുരേ ഗാട്ട് പരി ജായ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പഠിത് ദോഹോ ക ആശയ ലിഖേ ദോഹോ ക ആലാപ് കരെ. ഓക്കെ, അടുത്തതായിട്ട് ഓരോ ദോഹയുടെയും അർത്ഥം എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ദോഹ കബീർദാസിന്റെ ദോഹ നോക്കുകയാണെങ്കിൽ മനുഷ്യ को ऐसा बोलना चाहिए जिससे उसका अहंकार दूर हो, शरीर शीतल रहे और दूसरों को भी सुख मिले. അപ്പോൾ മനുഷ്യരെങ്ങനെയാണ് സംസാരിക്കേണ്ടത്? തങ്ങളുടെ അഹങ്കാരം ദൂരീകരിച്ചിട്ട് അത് ത്യജിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ആ സംസാരം എങ്ങനെയുള്ളതായിരിക്കണം? ശരീരത്തിന് ശീതളമാക്കുന്നതായിരിക്കണം. മറ്റുള്ളവർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷവും സുഖവും കിട്ടുന്ന രീതിയിലുള്ള സംസാരമായിരിക്കണം. साधु को सूप की तरह होना चाहिए जो सार्थक बातों को ग्रहण करता है और निरर्थक बातों को छोड़ देना चाहिए. അപ്പോൾ ഒരു സാധു എന്ന് പറയുന്നത് സൂപ്പ്, ഒരു മുറം പോലെ ആയിരിക്കണം. ആവശ്യമുള്ള അർത്ഥമുള്ള കാര്യങ്ങളെ മാത്രം എടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകളയണം എന്നാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് എടുത്തെടുത്ത് അർത്ഥം പറയാത്തത് കേട്ടോ, വേർഡ് ബൈ വേർഡ്. അടുത്തതായിട്ട് തുളസിദാസിന്റെ ദോഹയില് दया धर्म का जड़ है और अहंकार पाप का मूल कारण है. जब तक शरीर में प्राण है तब तक दया नहीं खोना चाहिए. അപ്പൊ എന്താണ് പറയുന്നത്? ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനവും അഹങ്കാരം പാപത്തിന്റെ അടിസ്ഥാനവുമാണ്. എത്ര നാള് നമ്മളുടെ പക്കൽ ഈ ശരീരം ഉണ്ടോ, ശരീരത്തിൽ ജീവനുണ്ടോ, അത്രയും നാള് ദയ എന്നുള്ള ഒരു ക്വാളിറ്റി വിട്ട് കളയാനായിട്ട് പാടില്ല, നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. സത്യ ബോൽന और സത്യ സുनने की क्षमता रखना अनिवार्य है. സത്യം പറയുക, അതുപോലെ തന്നെ സത്യം കേൾക്കാനായിട്ടുള്ള ഒരു ക്ഷമത, ഒരു കഴിവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അഗർ മന്ത്രി ഗുരു और वैद्य किसी लोभ या डर के कारण सच बोलना छोड़ दे तो राज्य धर्म और शरीर तीनों का शीघ्र ही नाश हो जाएगा. മന്ത്രി ഗുരു അതുപോലെ തന്നെ വൈദ്യര് ഒക്കെ എന്താണ് എന്തെങ്കിലും അത്യാഗ്രഹം കൊണ്ടോ എന്തെങ്കിലും പേടി കാരണമോ കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം മറച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെയും അതുപോലെ തന്നെ ധർമ്മത്തിന്റെയും ആ ശരീരത്തിന്റെയും നാശം ശീഘ്രം തന്നെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ദോഹ റഹീം ദോഹ प्रेम का धागा बहुत नाजुक होता है. जिस प्रकार फटने के बाद दूध या टूटने के बाद मोती पहले जैसे नहीं बन सकते, उसी प्रकार टूटा हुआ मन और टूटे रिश्ते वापस जुड़े नहीं जा सकते. അപ്പോൾ എന്താണ് സ്നേഹത്തിന്റെ ധാഗ, ആ ഒരു നൂലെന്ന് പറയുന്നത് വളരെ നാസുക്കാണ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ജിസ് പ്രകാർ ഫട്നെ കെ ബാദ്, ഒരിക്കൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ദൂത് എന്താണ് പാല്, അതുപോലെ തന്നെ ടൂട്ടിനെ കെ ബാദ് ഒരിക്കൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മോത്തി ഒരു പേള് പെഹലെ ജെസെ നെഹി ബൻ സക്തെ, അതിന്റെ ഒറിജിനൽ നേച്ചറിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. ഉസി പ്രകാർ അതേപോലെ തന്നെ ടൂട്ടാ ഹുവ മൻ എന്താണ് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ ടൂട്ടെ റിഷ്തെ ബ്രേക്ക് ആയിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ബന്ധങ്ങൾ, ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ വാപ്പസ് ജുഡെ നെഹി ജാ സക്തെ, വാപ്പസ് പിന്നീട് എന്താണ് ജുഡെ നെഹി ജാ സക്തെ, വീണ്ടും കണക്ട് ചെയ്യപ്പെടാൻ പറ്റില്ല. അഗർ ജുഡ് ബി ജായെ, എങ്ങനെയെങ്കിലും അത് കണക്ട് ആയാൽ തന്നെ, വീണ്ടും ആ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്താൽ തന്നെ വോ പെഹലെ ജൈസെ നെഹി രഹത്തി, അത് പണ്ടത്തെ പോലെ അല്ല ആയിരിക്കുക. ഉന്മേ ഗാട്ട് രഹ ജാത്തി ഹെ. അപ്പം ഈ സ്നേഹത്തിൻ്റെതായ ധാഗ, ഈ ഒരു നൂല് നമ്മൾ ഒരിക്കൽ പൊട്ടിയിട്ട് പിന്നീട് കൂട്ടിക്കെട്ടിയതാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കെട്ടുകൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം എപ്പോഴും അതിലൊരു പ്രശ്നം നിറഞ്ഞ ബന്ധങ്ങളായിരിക്കും, ഒരിക്കൽ അത് ബ്രേക്ക് ആയിട്ട് പിന്നെയും കൂട്ടി കെട്ടിവെച്ചാൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മാക്സിമം അത് ബ്രേക്ക് ആവാതെ നോക്കണം എന്നുള്ളതാണ് ആ ഒരു ദോഹയിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.